ഗണത്തിൽപ്പെടും. നമ്മൾ പറയണത് എന്താ അറിയോ, കൊടുക്കുന്നുണ്ട്, ഒരു കേൾക്കണില്ല, ഒരു മനസ്സിലാക്കണില്ല. ഒരു കേൾക്കുന്നുണ്ടോ എന്നുള്ളത് നമ്മളെ പ്രശ്നമല്ല, പക്ഷേ കൊടുക്കണം. നമ്മുടെ വീട്ടിൽ ബാത്റൂം കഴുകുന്ന, ടോയ്ലറ്റ് കഴുകുന്ന പെൺകുട്ടിക്ക് പോലും നമ്മളിത് കൊടുത്തിട്ടില്ല, അവരോട് പോലും ഇത് പറഞ്ഞിട്ടില്ല. നമ്മുടെ തോട്ടത്തിൽ കളക്കണവനോട് പോലും നമ്മൾ യഥാർത്ഥത്തിൽ ഇത് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് വ്യക്തിപരമായി നമ്മൾ ഇടപെടേണ്ടിടത്ത് ഇടപെടുകയും പ്രവർത്തിക്കേണ്ടിടത്ത് പ്രവർത്തിക്കുകയും ചെയ്യുക എന്നത് നിർബന്ധ ബുദ്ധിയോടുകൂടെ നമ്മൾ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കേണ്ട ഒരു കാര്യമാണ്. കാരണം ഖുർആൻ എന്നത് അത്ര ഉജ്ജ്വലമാണ്. ഖുർആൻ പ്രതിഷേധങ്ങളെയും പ്രകോപനങ്ങളെയും അതിൻ്റെ എതിരെയുള്ള കൊടുങ്കാറ്റുകളെയും അതിജീവിച്ച് ശക്തമായി ചരിത്രത്തിൽ നിലനിൽക്കുന്നു, അല്ലേ? ലണ്ടനിലെ വളരെ പ്രസിദ്ധമായ കൺവെൻഷൻ സെൻ്ററാണ് രംഗം. അഹമ്മദ് ദീദാത്ത് എന്ന ഇസ്ലാമിക പ്രബോധകൻ, അയാൾ ക്രിസ്ത്യാനിയായ ഒരു അറബി അറിയുന്ന ഒരു ഫാലസ്തീനിയായ ഒരാളോട് ഡിബേറ്റ് നടത്തുകയാണ്. ഡിബേറ്റിൻ്റെ ഇടയ്ക്ക് അഹമ്മദ് ദീദാത്തിൻ്റെ ചോദ്യം, ലോകത്തെ ഇസ്ലാം വെല്ലുവിളിച്ചു, കാലഘട്ടങ്ങളെ ഇസ്ലാം വെല്ലുവിളിച്ചു, ഗതകാല മാനവ ചരിത്രത്തെ ഇസ്ലാം വെല്ലുവിളിച്ചു, എന്തിന് തുല്യമായൊരു ഗ്രന്ഥം കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല. അതാണ് ഇവിടുത്തെ പ്രശ്നം. ഉടനെ വളരെ മനോഹരമായ അദ്ദേഹത്തിൻ്റെ സ്യൂട്ട് കേസ് തുറന്ന് അതിൽ നിന്ന് അലങ്കൃതമായൊരു ഗ്രന്ഥം അയാൾ ഉയർത്തിപ്പിടിച്ചിട്ട് പറഞ്ഞു, മുസ്ലിങ്ങളെ, കാലഘട്ടങ്ങളായി നിങ്ങൾ ചോദിച്ച ചോദ്യത്തിൻ്റെ ആൻസറാണിത്. ഇതാ ഞങ്ങൾ നിങ്ങളുടെ ഗ്രന്ഥത്തിന് തുല്യമായ ഗ്രന്ഥം കൊണ്ടുവന്നിരിക്കുകയാണ് എന്നാണ്. എല്ലാ കണ്ണുകളും അഹമ്മദ് ദീദാത്തിലേക്ക്, അദ്ദേഹത്തിൻ്റെ നെറ്റിത്തടങ്ങൾ വിടർന്നു, അല്ലേ? എല്ലാവരുടെയും നെറ്റിത്തടങ്ങൾ വിടർന്നു. എല്ലാവരും ആകുലമായി അദ്ദേഹത്തെ നോക്കി. അദ്ദേഹം വളരെ ധൈര്യത്തോടു കൂടെ ആ ഗ്രന്ഥം വാങ്ങി ഇങ്ങനെ തുപ്പലാക്കിയിട്ടും എല്ലാം ഒന്ന് മറിച്ചിട്ട് അതോടെ വെച്ചിട്ട് പറഞ്ഞു, നിങ്ങൾക്കറിയോ, അള്ളാഹുവിൻ്റെ വെല്ലുവിളിക്കുള്ള മറുപടിയായി നിങ്ങൾ കൊണ്ടുവന്ന ഗ്രന്ഥത്തിലെ ആദ്യത്തെ വചനം തന്നെ അള്ളാഹുവിൻ്റെ കിതാബ് കോപ്പി അടിച്ചതാണ്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അതോടുകൂടെ ആ ഗ്രന്ഥം ലോകത്ത് വന്നിട്ടില്ല. ഞാൻ പറയുന്നത് ഇതെന്തുകൊണ്ട് സാധിക്കുന്നു? ഇതാണ് ഖുർആൻ. ഇതാണ് ഖുർആൻ. 600 ചിറകുകളുള്ള മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം പ്രവാചകന്റെ അടുത്ത് വന്നിട്ടുണ്ട് എന്ന് നമുക്ക് ബോധ്യപ്പെടണം. നിസ്കാരക്കുപ്പായത്തിൽ ഉമ്മാനെ കണ്ടതുകൊണ്ടും 5ാം ക്ലാസ്സിൽ വരെ മദ്രസ പഠിച്ചുകൊണ്ടും അല്ല, മറിച്ച് നമ്മുടെ പഠനം കൊണ്ടും നമ്മുടെ ഇടപെടലുകൾ കൊണ്ടും ബോധ്യപ്പെടണം. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ ബോധ്യപ്പെടാൻ ഉള്ള അവസരത്തെക്കാളും നമുക്ക് അവസരമുണ്ട്. അവർക്ക് അതിൻ്റെ അക്ഷരങ്ങൾ, അതിൻ്റെ ആശയങ്ങൾ, അതിൻ്റെ വരികൾ, ഖുർആൻ എഴുതിവിട്ട അസ്ത്രങ്ങൾ, ഖുർആനിൻ്റെ തലോടലുകൾ, ഖുർആനിൻ്റെ വെല്ലുവിളികൾ, ഖുർആനിൻ്റെ ആസ്വാദനങ്ങൾ, ഖുർആനിൻ്റെ മനോഹരമായ ആശയപ്രപഞ്ചങ്ങൾ, അതാണ് അവരെ ഈ ഒരർത്ഥത്തിൽ പരിവർത്തിപ്പിച്ചതെങ്കിൽ നമുക്ക് ലാബിൽ തെളിയിക്കാം ഖുർആൻ സത്യമാണ്, അല്ലേ? മാതാവിൻ്റെ ശരീരത്തിൽ നിന്ന്, പിതാവിൻ്റെ ശരീരത്തിൽ നിന്ന് സ്രവിക്കപ്പെടുന്ന ഇന്ദ്രിയത്തുള്ളികളിൽ ഒളിച്ചിരുന്ന അവൻ മാതാവിൻ്റെ അണ്ഡവുമായി കൂടിച്ചേർന്ന് 2 അർദ്ധ വസ്തുക്കൾ ഒന്നിച്ച് ഭ്രൂണമായി പരിവർത്തിക്കുന്നതിനെ കുറിച്ച് എങ്ങനെ പ്രവാചകന് സംസാരിക്കാൻ കഴിയും? മുഹമ്മദ് എന്ന 4-5 അക്ഷരങ്ങൾ എഴുതാൻ അറിയാത്ത പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് എങ്ങനെ ഇത് പറയാൻ കഴിയും? എങ്ങനെ ഇത് സംസാരിക്കാൻ കഴിയും? ഇല്ല. അതുകൊണ്ട് ഖുർആനിലുള്ളതൊക്കെ സത്യമാണ്. നമ്മൾ നമ്മുടെ കുഴികളിൽ നിന്ന് തിരിച്ചു വരുന്നുള്ളതും സത്യമാണ്. അതുകൊണ്ട് ഖുർആൻ പഠന രംഗത്ത് ഒരു പരിവർത്തനം ആവശ്യമാണ്, ഒരു പൊളിച്ചെഴുത്ത് ആവശ്യമാണ്. ആ ലിസ്റ്റിൽ ഒന്നാമത് എഴുതേണ്ട കാര്യം അതാണ്. പ്രമാണങ്ങൾ പഠിക്കുന്നിടത്ത് ഒരു പരിവർത്തനം ആവശ്യമാണ്. എന്താ, അതെപ്പോഴെങ്കിലൊക്കെ ഒരു ക്ലാസ്സിൽ പോയിരുന്ന് ക്ലാസ്സൊക്കെ കേട്ട് ഓർമ്മയുള്ളത് അങ്ങനെ പോരല്ല സുഹൃത്തുക്കളെ. വയസ്സ് എത്രയായാലും പേനയും പേപ്പറും എടുത്ത് എഴുതണം. നല്ല രസം ഉണ്ടാകും ആ കാഴ്ച. വളഞ്ഞു കുത്തിരുന്ന് എഴുത്തുണ്ടല്ലോ, ആ കാഴ്ച നല്ല രസം ഉണ്ടാകും. എന്നറിയോ, ഫവജദു മാ അമിലു ഹാദിറ, മനുഷ്യൻ ചെയ്തത് മുഴുവൻ ഹാജരാക്കപ്പെടുന്ന ഒരു ദിവസം വരാണ്ട്. അന്ന് നമ്മളിരുന്ന് എഴുതിയതിന് ഒരു വൃത്തി ഉണ്ടാകും. അതുകൊണ്ട് നമ്മൾ ഓതുന്ന വിശുദ്ധ ഖുർആനിലെ സൂറത്തുകളുടെ അർത്ഥം നമുക്കറിയണം, അത് നമുക്ക് കിട്ടണം. നമ്മൾ ദീന് സ്വീകരിക്കേണ്ടത് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ്. എന്താ, തൗഹീദ് സ്വീകരിച്ചത് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണോ? ആണ്. ഏലസ് ഒഴിവാക്കിയത് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണോ? അതെ. എങ്കിൽ വിവാഹ വിഷയത്തിലെ കാര്യങ്ങൾ, മക്കൾ ജനിക്കുമ്പോഴുള്ള കാര്യങ്ങൾ, നിസ്കാരത്തിൻ്റെ കാര്യങ്ങൾ ഒക്കെ ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് സ്വീകരിക്കാൻ കഴിയണം. അതിനെന്ത് വേണമെന്നറിയോ? അതിന് ഖുർആൻ ഒരു തല മുതൽ മറ്റേ തല വരെ പഠിക്കണ അവസ്ഥ ഉണ്ടാകണം. അപ്പോൾ ഖുർആൻ മാത്രം പഠിച്ചാൽ മതിയാകൂല, ഹദീസ് കൂടി പഠിക്കണ ഒരു സാഹചര്യം ഉണ്ടാകണം. അത് നമുക്കുള്ള അത്ര സൗകര്യം ലോകത്ത് വേറെ ആർക്കുമില്ല. മലയാളികൾക്കുള്ള അത്ര സൗകര്യം ലോകത്ത് വേറെ ആർക്കുമില്ല.
മലയാളികളിൽ തന്നെ പ്രവാസികൾക്കുള്ള സൗകര്യത്തിൻ്റെ അത്ര ലോകത്ത് വേറെ ആർക്കുമില്ല. നമുക്ക് നമ്മളെ വീട്ടിലെ ഒരു കാര്യത്തിൽ ഇടപെടാൻ പറ്റില്ല. അതുകൊണ്ട് വീട്ടിലെ കാര്യവുമായി ബന്ധപ്പെട്ട ഒരു തിരക്കും നമുക്കില്ല. നമുക്കൊക്കെ ഉള്ള തിരക്കാണ്, എല്ലാവർക്കും ഭയങ്കര ബിസിയാണ്, ഭയങ്കര തിരക്കാണ് നമുക്കൊക്കെ. ശരി, വീട്ടിലാണെങ്കിൽ വീട്ടിലെ കാര്യം കൂടി ചെയ്യേണ്ടി വരും, ഒരു തിരക്കുമില്ല. നോക്കൂ, നിങ്ങൾ പലപ്പോഴും ഇങ്ങനത്തെ വിഷയങ്ങൾ അവതരിപ്പിക്കുമ്പോൾ പറയാൻ ശ്രമിക്കാറുണ്ട്, ഖുർആനിലെ ആയത്തുകളുടെ അർത്ഥം ഇങ്ങനെ കിട്ടലാണെങ്കിൽ ബഹുമാനനായ കുഞ്ഞി മുഹമ്മദ് മദനി പറപ്പൂരിൻ്റെ ട്രാൻസ്ലേഷൻ നമ്മളെ കയ്യിലുണ്ട്. അത് വ്യാഖ്യാനമൊന്നുമില്ലാതെ ശരിയാവില്ല, അതിങ്ങനെ അല്ലേ. അങ്ങനെയാണെങ്കിൽ അമാനി മൗലിൻ്റെ പരിഭാഷ ഉണ്ട്. ഇനിയോ അതൊക്കെ ഒരു ഉസ്താദിൻ്റെ കീഴിലിരുന്ന് പഠിക്കുമ്പോൾ അതിൻ്റെ സുഖമുണ്ട്. ഉസ്താദിൻ്റെ കീഴിലിരുന്ന് പഠിക്കാൻ ഖുർആൻ ഹദീസ് ലേണിംഗ് സ്കൂൾ നാട്ടിലുണ്ട്. ഇവിടെ ഖുർആൻ പഠനത്തിനുള്ള വ്യത്യസ്തമായ സൗകര്യങ്ങളുണ്ട്. 18-ാം ഘട്ടം പിന്നിട്ട ഖുർആൻ പഠനം 19-ാം ഘട്ടത്തിലേക്ക് പോകുന്നു. നമുക്ക് ബിസി ആയതുകൊണ്ട്, ഹാൻഡ് ബുക്ക് കിട്ടാത്തതുകൊണ്ട്, പിന്നെ നേരമില്ലാത്തതുകൊണ്ട്, നോക്കാൻ കഴിയാത്തതുകൊണ്ട് നടന്നിട്ടില്ല അല്ലേ. ഒരു പരീക്ഷ ഉണ്ടെങ്കിൽ ഭയങ്കര സുഖമാണ്. കാരണം 12-ാം തീയതി പരീക്ഷ ഉണ്ട് എന്നുണ്ട് അറിഞ്ഞാൽ പിന്നെ ഇരുന്നൊരു പഠിക്കലുണ്ട്. പണ്ട് സ്കൂളിലൊക്കെ പഠിക്കണ കാലത്ത് അത് ആ ഒരു മാനസികാവസ്ഥ ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ പരീക്ഷ ഉണ്ടാക്കി. ഇസ്ലാഹി സെൻറ്ററിൻ്റെ കീഴിൽ പ്രത്യേക പരീക്ഷ, ഇത്തിഹാദ് ശുബാനുൽ മുജാഹിദിൻ്റെ കീഴിൽ ഖുർആൻ ഹദീസ് ലേണിംഗ് സ്കൂളിലെ പരീക്ഷ. അതെ, ഖുർആൻ ലേണിംഗ് സ്കൂളിലെ പരീക്ഷൻ്റെ അന്ന് അവിടെ നാട്ടിലുണ്ടായില്ല, പുറത്തേനു. ഇസ്ലാഹി സെൻറ്ററിൻ്റെ പരീക്ഷൻ്റെ അന്ന് ഞാൻ ഇസ്ലാഹി സെൻറ്ററിൽ ഉണ്ടായില്ല, നാട്ടിലേനു. എന്നാൽ ശരി, റമദാൻ മാസത്തിൽ MSN നടത്തുന്ന ഖുർആൻ വിജ്ഞാന പരീക്ഷ ഉണ്ട്, എഴുതിക്കോതാ, അന്നാണ് എഴുതിക്കോ. അതിപ്പോൾ എന്താ വെച്ചാൽ മോനൊക്കെ എഴുതണോണ്ട് എനിക്ക് ഭാര്യ എഴുതുന്നുണ്ട്. അപ്പം നമ്മൾ ആലോചിക്കണ മാർക്കിൻ്റെ കാര്യമാണ് അല്ലേ. ശൈത്താൻ പിടിക്കണ പിടി ആലോചിച്ച് നോക്കി നിങ്ങൾ. അപ്പോൾ പിന്നെ ഇസ്ലാഹി സെൻറ്ററിൻ്റെ അന്ന് ഉണ്ടാകാത്തതുകൊണ്ടാണ് ഇത്, അല്ല, നാട്ടിലില്ലാത്തതുകൊണ്ടാണ്. അടിസ്ഥാന പ്രശ്നം കോംപ്ലക്സ് ആണ്, നമ്മുടെ ഇൻഫീരിയോറിറ്റിയാണ് അടിസ്ഥാന പ്രശ്നം. അത് മോൻ്റെയൊക്കെ കൂടെ ഞാൻ ഇരുന്ന് പഠിക്കുമ്പോൾ അല്ലേ, ഭാര്യൻ്റെ ഒക്കെ കൂടെ ഇരുന്ന് പഠിക്കുമ്പോൾ, ഭർത്താവിൻ്റെ കൂടെ ഇരുന്ന് ഞാനൊക്കെ ഇപ്പോൾ അല്ലേ, അങ്ങനത്തെ ഒരു സാധന സുഹൃത്തുക്കൾ ഉണ്ടായിക്കൂടാ. ഇനി നമുക്ക് മുന്നിൽ നമ്മൾ ഫോൺ ചെയ്യാൻ ഉപയോഗിക്കണ അതേ ഇൻ്റർനെറ്റ്, അതിൻ്റെ വിശാലമായ ലോകത്ത് ഖുർആനിൻ്റെ ആശയപ്രപഞ്ചവും ഉണ്ട്. നമുക്ക് നേരല്ല. ഒരു കാര്യം ഉറപ്പാണ്, രാധ ചേച്ചിൻ്റെയും ലക്ഷ്മണൻ്റെയും കൂടെ നമ്മൾ നിൽക്കേണ്ടി വരും. എന്നിട്ട് റസൂൽ ചൂണ്ടിക്കാണിച്ചു തരും, എന്താ, ഈ ജനത എൻ്റെ ഖുർആനിനെ തള്ളിക്കളഞ്ഞു എന്ന് പറയുമ്പോൾ ആ ഗ്രൂപ്പിൽ നമ്മളുണ്ടാകും. അതുകൊണ്ട് ശ്രദ്ധിക്കുക. മറ്റൊരു വിഷയം, നമ്മുടെ കുട്ടികളെ ഈ മനസ്സുള്ളവരാകാതിരിക്കാൻ പ്രത്യേക ഒരു ശ്രദ്ധ ആവശ്യമാണ്. അതെന്താണെന്ന് വെച്ചാൽ ഹിഫ്ളിനുള്ളൊരു പ്രേരണ കൊടുക്കുക. ഇപ്പോൾ യൂട്യൂബിലൊക്കെ ചെറിയ കുട്ടികൾ ഓതുന്ന ഖുർആൻ പാരായണമുണ്ട്. ആ പാരായണിട്ടിട്ട് മോളോ നിൻ്റെ അതേ പ്രായം അവൾക്കുള്ളൂ, നീ പഠിച്ചാൽ നിനക്കും അങ്ങനെ എത്താം എന്നൊരു മെസ്സേജ് കൊടുക്കുക. ചെറിയ പ്രായം മുതൽ തന്നെ കുട്ടികളെ ട്രീറ്റ് ചെയ്യുക. ഓനെ എല്ലാ കയറും പൊട്ടിച്ചെറിഞ്ഞതിൻ്റെ ശേഷമാണ് രക്ഷിതാക്കൾ ട്രീറ്റ് ചെയ്യൽ അല്ലേ. ട്രീറ്റിങ്ങിന് ഭയങ്കര ഒരു രീതിയുണ്ട്. എന്താ, ഒരു ദിവസം അങ്ങനെ ഒരു രക്ഷിതാവ്, ഇതാ ഇവനെ നന്നാക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ നന്നാക്കിയും ഇവൻ നന്നാവൂല എന്ന് തന്നെ എനിക്ക് തോന്നണത്, മുന്നുകയാണ് ഉന്തി തന്ന്. അപ്പോൾ പ്രശ്നം എന്താ അറിയോ, അവൻ വെള്ളടിച്ചു എന്നുള്ളതാണ് മൂപ്പര പ്രശ്നം. വെള്ളടിച്ചു എന്നുള്ളതാണ് എനിക്ക് എൻ്റെ വിഷയമായിട്ട് ബന്ധപ്പെട്ടൊരു ഏരിയയും കൂടി പറയുള്ളതുകൊണ്ടാണ് ഞാൻ ഉദാഹരണം എടുക്കുന്നത്. അപ്പോൾ അവൻ പറഞ്ഞു, അങ്ങനെ ഇരുന്നപ്പോൾ പറഞ്ഞു, ഞാൻ ഇഞ്ഞും കുടിക്കും. കുടിക്കണ്ടെന്ന് പറയാനല്ലേ വാപ്പ നിങ്ങളടുത്തേക്ക് എന്നെ കൊണ്ടുവന്ന്, ഞാൻ കുടിക്കും. ആയിക്കോട്ടെ കുടിക്കാം, ഈ വിഷയം പറയും, എന്താ പ്രശ്നം എന്ന് പറയും. പിന്നെ കുടിക്കാതിരിക്കാൻ പറ്റുമോ അല്ലേ. അപ്പോൾ അവൻ പറഞ്ഞ്, പിന്നെ 8-ാം ക്ലാസ് മുതൽ 2 കുട്ടികളെ പേര് പറഞ്ഞിട്ട് പറഞ്ഞു, അവരെ ഇടയിലാണ് ഞാൻ ഇരിക്കുന്നത്. 8-ാം ക്ലാസ് മുതൽ ഞങ്ങൾ ഒന്നിച്ചാ. ജോഗ്രഫിൻ്റെ പീരീഡ് ടീച്ചർ ഉള്ള എല്ലാ ദിവസവും, ഒരു ചെറുപ്പക്കാരി ടീച്ചറാണ്, ആ ദിവസങ്ങളിൽ മുഴുവൻ വെള്ളടിച്ചിട്ട് അവർ വന്നത്. വെള്ളടിച്ച് മദ്യത്തിൻ്റെ ദുർഗന്ധത്തിലാണ് ഞാൻ ഇരുന്നത്, ഞാൻ കുടിച്ചിട്ടില്ല. 10-ാം ക്ലാസ് ടൂറിൻ്റെ കാര്യമാണ് ഉപ്പ പറയുന്നത്. അങ്ങോട്ട് പോയപ്പോൾ ഞാൻ കുടിച്ചിട്ടില്ല, അങ്ങോട്ട് പോന്നപ്പോഴും ഞാൻ കുടിച്ചിട്ടില്ല. ഞാനല്ലാത്ത എല്ലാവരും കുടിച്ചു. അവസാനം എനിക്ക് വേണ്ടി ബോട്ടിൽ കുറച്ച് ബാക്കിയാക്കി. എന്നിട്ട് അവരെല്ലാവരും കൂടി എന്നെ മലർത്തിക്കിടത്തി എൻ്റെ വായിലേക്ക് ഒഴിച്ചു തന്നു. എന്നിട്ട് അവൻ കള്ളുടിച്ചു എന്ന് എല്ലാവരും പറഞ്ഞു. അത് കേട്ടിട്ട് വാപ്പ വിദേശത്ത് കിക്കാക്കാനെ വിളിച്ചു, മൂത്താപ്പനോട് പറഞ്ഞു, അമ്മായിനോട് പറഞ്ഞു. അപ്പം ഞാൻ കുടിയനായില്ലേ, ഇനി ഞാൻ നിർത്തൂല എന്നാണ് അവൻ്റെ പ്രശ്നം. ഇങ്ങനെ നമ്മൾ ട്രീറ്റ് ചെയ്യരുത്. ഇവിടെ നിങ്ങൾ ആലോചിച്ച് നോക്കുക, 8-ാം ക്ലാസ് മുതൽ 2 ആൾ കുടിക്കാണ്. ജോഗ്രഫി ടീച്ചർ വരുന്ന പീരീഡ് കുടിക്കാണ്. ആ ക്ലാസ്സിലാണ് നിങ്ങളെ കുട്ടികൾക്ക് പഠിക്കാനുള്ളത്. ടൂറിന് പോയ മുഴുവൻ ആളും കുടിക്കാണ്. ചെറിയ വിഷയമല്ല. ഒരിക്കലും നിങ്ങളെ കുട്ടികളെ വിശ്വസിക്കാതിരിക്കുക ഈ കാര്യത്തിൽ. എന്ന് പറഞ്ഞാൽ ഞാനൊരു IB ഓഫീസർ ലുക്കിലാണ് കള്ളുടിച്ച വന്ന് എന്നുള്ളവർക്ക് നടക്കണം എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. മറിച്ച് ഇന്നത്തെ ഒരു ക്യാമ്പസിൻ്റെ സാഹചര്യവും സന്ദർഭമൊക്കെ സുഹൃത്തുക്കളെ അങ്ങനെയാണുള്ളത്. അങ്ങനെയാണ്
വളരെ ചെറിയ പ്രായം മുതൽക്കാണ് ഈ ഇഷ്യൂസ് തുടങ്ങുന്നത്. ഞാൻ ഒരു UP സ്കൂളിൽ പഠിപ്പിക്കുന്ന അധ്യാപകനാണ്. എനിക്ക് മുജാഹിദ് സ്റ്റുഡൻസ് മൂവ്മെൻറ്റ് എന്ന മഹത്തായ പ്രസ്ഥാനം, മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ നേതാക്കന്മാരുണ്ടാക്കിയതിൻ്റെ മഹത്വം മനസ്സിലായത് ഞാൻ കഴിഞ്ഞ 3 കൊല്ലം സ്കൂൾ പഠിപ്പിച്ചപ്പോഴാണ്. എന്തുകൊണ്ടറിയോ? വളരെ ചെറിയ യങ് ഏജിലുള്ള കുട്ടികൾ, അവരുടെ മാനസികാവസ്ഥ, അവരുടെ അവസ്ഥ മഹാമോശമാണ്. ഒരു ദിവസം ഒരു കുട്ടി, ഞാൻ ചില സ്ഥലങ്ങളിലൊക്കെ വിഷയം പ്രസൻറ്റ് ചെയ്യുമ്പോൾ പലപ്പോഴും പറയാൻ ശ്രമിക്കാറുണ്ട്, എനിക്കുള്ളൊരു അനുഭവം. അത് കൂടുതൽ ഉപകരിക്കും എന്നുള്ളതുകൊണ്ട് ക്ലാസ്സിൽ നമ്മളിങ്ങനെ ചെന്നിരുന്ന്, ക്ലാസ് ടീച്ചറില്ലാത്ത ദിവസമാണ്, അപ്പോൾ ഹാജരെടുക്കുക. അപ്പോൾ ഹാജരെടുക്കുമ്പോൾ ഇങ്ങനെ പെട്ടെന്നൊരു മോള് ഒരുത്തന് ഇങ്ങനെ ഒരു വിമാനം പറത്തി കൊടുത്ത്, അപ്പോൾ വിമാനം ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് എൻ്റെ മേശപ്പുറത്ത് വന്ന് വിമാനം ഞാൻ എടുത്ത്. അപ്പോൾ ഈ വിമാനത്തിലെ ഈ വിമാനം നിർമ്മിച്ച കമ്പനി മാനേജർ, ഈ പെൺകുട്ടി, അവൾക്കൊരു ബാക്ക് ഹിസ്റ്ററി ഉണ്ട്. എന്താ അറിയോ? അവളെ വേറൊരുത്തിൻ്റെയൊക്കെ പേര് ആരോ ഒരാൾ ഇങ്ങനെ ഒരു ചിഹ്നമൊക്കെ എഴുതിയിട്ട് ബോർഡുമ്പോൾ വരച്ചൊരു പ്രശ്നമൊക്കെ ഉണ്ടായപ്പോൾ ഇങ്ങനെ 5ാം ക്ലാസ് തൊട്ട് ഞാൻ പറയണേ, ഹെഡ് മാസ്റ്റർ വിളിച്ച് ഹെഡ് മാസ്റ്ററോട്, അപ്പോൾ അങ്ങനെയാണ്, അറബി മാഷ കോർട്ടിക്കാണ്, ജോഹർക്കൊക്കെ അറിയാം, അറബി മാഷ കോർട്ടിക്കാണ്, കോടതി അറബി മാഷായിരിക്കും ഏത് സ്കൂളിലും. അപ്പോൾ അങ്ങനെ മാഷ എങ്ങനെ ഒരു കേസ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ വിളിച്ചപ്പോൾ ഞാൻ ചോദിച്ചു, അല്ലടോ എന്താ ഇപ്പോൾ ഇത് പരിപാടി? പിന്നെ നമുക്ക് അത് സാർ എനിക്കവളെ ഇഷ്ടമാണ്. അവൻ്റെ കമൻറ്റ്, എനിക്ക് അവളെനിക്ക് ഇഷ്ടമാണ്, ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ടാണ്. എന്നാൽ പിന്നെ നമ്മളെ കല്യാണം ആക്കുക. കല്യാണം ആക്കണം, ഈ ആഴ്ച വേണ്ട, അടുത്ത ആഴ്ച ആയിക്കോട്ടെ അല്ലേ? അത് വേണ്ട സാർ, ഡിഗ്രി ഒക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം. വളരെ ലളിതമായി കുട്ടി പറയാണ്. അപ്പോൾ അവസാനം ഇങ്ങനെ അവനോട് പറഞ്ഞ് സംസാരിച്ച് അവനെങ്ങനെ ശരിയാക്കി, അവളെങ്ങനെ ശരിയാക്കി, രണ്ടാളും പിരിയാൻ തീരുമാനിച്ച്. ഭയങ്കര പിരിച്ചിലാണോ ഒക്കെ. അപ്പോൾ ഈ കത്തിലുള്ളത് എന്താ അറിയോ? ഈ സംഭവവുമായി ബന്ധപ്പെട്ട വാചകം, ഇതൊരു പ്രണയലേഖനമാണ്. എൻ്റെ ഏറ്റവും അവസാനത്തിലുള്ള വാചകം എന്താ അറിയോ? അറബി സാറ് പറഞ്ഞാലും ഹെഡ് മാഷ് പറഞ്ഞാലും നമ്മൾ പിരിയുകയില്ല. എങ്ങനെയുണ്ട്? ഇതാണ് പുതിയ തലമുറൻ്റെ മാനസികാവസ്ഥ. ഇനി നിങ്ങൾ ആലോചിച്ചോളി, 5ാം ക്ലാസ്സിലൊരു മദ്രസ, അതന്നെ നാട്ടിലുള്ള ആൾക്കാരെ പറ്റി ഞാൻ പറയണേ, എല്ലാ ഞായറാഴ്ചയും ഉമ്മാക്ക് മറ്റേ വിരുന്നുണ്ടാവും. പിന്നെ മറ്റേ 8 മണിയാകുമ്പോൾ കറക്റ്റ് ഒരു വണ്ടി ഇങ്ങനെ ഓണടിക്കോടുന്ന് മദ്രസൻ്റെ മുന്നിൽ നിന്ന്. അതേതാ വണ്ടി അറിയോ? മറ്റേ ഇംഗ്ലീഷ് മീഡിയത്തിൻ്റെ വണ്ടിയാണ്. കാരണം ഞാനിപ്പോൾ ഗൾഫിലൊക്കെ ആയിട്ട് ഇംഗ്ലീഷ് മീഡിയത്തിൽ മോനെ ചേർത്തിയില്ലെങ്കിൽ കുറച്ച് മോശമല്ലേ എന്നുള്ളിടത്തുള്ളത്. എന്നിട്ട് അതിനൊരു ന്യായം ഉണ്ടാകും. മോറൽ സ്റ്റഡീസ് ഉണ്ട്. മോറൽ സ്റ്റഡീസ് എന്താ അറിയോ സാധനം? കുട്ടികളെ കിട്ടാൻ സ്കൂൾ മാനേജ്മെൻറ്റ് ഇളർക്കുന്ന ചീട്ടാണ്. ഞങ്ങൾക്ക് പറഞ്ഞുതരാം. സിലബസ് ചോദിക്കണം നിങ്ങൾ ചെന്നാൽ, നിങ്ങളെ MS-ൻ്റെ മോറൽ സ്റ്റഡീസിൻ്റെ സിലബസ് ഒന്ന് കാണട്ടെ. അപ്പം ഇങ്ങനെ തപ്പും, കിട്ടൂല. അവസാനം ഒരു പീരീഡ് ഉണ്ടാവും, 7ാമത്തെ പീരീഡ്. അവിടെ അതിനു വേണ്ടി നിശ്ചയിക്കപ്പെട്ട ആരായിരിക്കും എന്നറിയോ? 2500 രൂപ ശമ്പളം. അതുകൊണ്ട് ഭയങ്കര ഏബിൾ അയാൾ കിട്ടിയിട്ടുണ്ടാവുമല്ലോ. മറ്റേ ടീച്ചർമാരുടെ ശമ്പളം 8000. നമുക്ക് മനസ്സിലായോ? കഷ്ടപ്പെടുന്നൊരു സാധു മനസ്സിലുണ്ടാകും, അയാളെ പിടിച്ചിട്ട് ഇതിൻ്റെ ആളാക്കും. എന്നിട്ടോ മറ്റേത് മുഴുവൻ പിന്നെ പുതിയ പെഡഗോഗിയും പുതിയ വിദ്യാഭ്യാസ സമീപനം, പുതിയ ലൈനും പരിശീലനമൊക്കെ കിട്ടിയ ആൾക്കാരിങ്ങനെ പോയിട്ട് എടുക്കും. മൂപ്പര് മറ്റേ 960-ലുള്ള ആ വിദ്യാഭ്യാസ സിസ്റ്റം ഉണ്ടാകും, മൂപ്പര് പഠിപ്പിച്ച് അതിങ്ങനെ അവിടെ നോക്കിയിട്ട് അവിടെ പോടറാന്നൊക്കെ പറഞ്ഞിട്ട് ആകെ കൂടെ ഒച്ചയും വിളി. പിന്നെ പോണത് ക്രിസ്ത്യൻ കോൺവെൻറ്റ് സ്കൂളുകളിലേക്കാണ്. ഭയങ്കര സംഭവമാണെന്നാണ് പറയണത് അല്ലേ? ഇത് ക്രിസ്ത്യൻ കോൺവെൻറ്റ് സ്കൂളുകൾ. നമ്മുടെ കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ ഒരു സ്കൂൾ ഉണ്ടായത് എങ്ങനെയാ അറിയോ? ഡോക്ടറായ ഉപ്പ കണ്ടു, ഉറങ്ങാൻ കിടക്കണം മോൻ, എന്ത് ചെയ്തു? ഇവിടെ എങ്ങനെയുണ്ട്? കുരിശു വരച്ചു നെഞ്ചത്ത്. എന്താ മോനെ? അതെ, മിസ് പറഞ്ഞിട്ടുണ്ട് ഉറങ്ങുമ്പോൾ അങ്ങനെ ചെയ്യാൻ. എങ്ങനെയുണ്ട്? നല്ല നിലവാര അല്ലേ? മലക്കുൽ മൗത്ത് വരുമ്പോഴേ നമ്മളെ മോന് ഈമാൻ കിട്ടൂല. ഇത്തരം സാഹചര്യങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ടാണ് യഥാർത്ഥത്തിൽ വിദ്യാഭ്യാസ സിലബസുകളുടെ കാര്യത്തിൽ ഒരു പൊളിച്ചെഴുത്ത് തന്നെ നടത്തി CRE നമ്മൾ പ്രഖ്യാപിച്ചിട്ടുള്ളത്. കുവൈത്തിൽ CREക്ക് അൽഹംദുലില്ലാ നല്ല സ്വീകാര്യതയാണ് വന്നിട്ടുള്ളത്. മനസ്സുറക്കാത്ത പ്രായത്തിലാണ് ഒക്കെ കൊടുക്കണേ. മദ്രസ വിദ്യാഭ്യാസം എന്നുള്ളത് മനസ്സുറക്കാത്ത പ്രായത്തിലാണ്. നമുക്ക് ആർക്കറിയാം? നിസ്കാരത്തിൻ്റെ ശർത്തും ഫർളും നമ്മളൊക്കെ കാണാൻ പഠിച്ചിട്ടുണ്ടല്ലോ. ആർക്കൊക്കെ അറിയും? അറിയില്ല. മനസ്സുറച്ച പ്രായത്തിൽ കുട്ടിക്ക് കിട്ടണം. അതാണ് CRE കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് CRE എന്ന സംവിധാനം ധാർമ്മിക വിദ്യാഭ്യാസ രംഗത്തൊരു ശക്തമായ സ്റ്റെപ്പാണ്. അതോടൊപ്പം നമ്മളെ കുട്ടികളെ നമ്മൾ ധാർമ്മികതയുടെ ഈ കൂട്ടായ്മയെ ഏൽപ്പിക്കുക. എന്താ പറയുക? അപ്പോൾ ഓന് പരീക്ഷ ഉണ്ട്, ഓന് ടെസ്റ്റ് ഉണ്ട്, ഓന് കോഴ്സ് ഉണ്ട്, ഒക്കെ ഉണ്ട്. എൻ്റെ സമയോടെ അവസാനിക്കുകയാണ്. ഇനി അവസരം ഉണ്ടാകുമെന്ന് വിചാരിക്കണം. നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മളെ കുട്ടി ആ കോഴ്സ് സർട്ടിഫിക്കറ്റ് കൊണ്ട് ഒരു ദിവസമെങ്കിലും അവൻ ജോലി ചെയ്യുന്ന നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഏതോ ഒരു ടാങ്കർ ലോറിയുടെ അടിയിൽ ചിതറിത്തെറിച്ച പിഞ്ചോമനയുടെ മസ്തിഷ്കം കാണേണ്ടി വരുന്ന ദുരന്തത്തെ അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. അത്രേ ഉള്ളൂ. അന്നേ അവിടുന്ന് പരലോകത്തുനിന്ന് പറയും അവൻ, ഉപ്പച്ചി എനിക്കൊന്നും പറഞ്ഞു തന്നിട്ടില്ല.
അതുകൊണ്ട് ഈ കോഴ്സ് സർട്ടിഫിക്കറ്റ് അവൻ്റെ മരണശേഷം വേറെ ആർക്കും ഉപകരിക്കൂല അല്ലേ? മെഡിസിന് പഠിച്ചിരുന്നൊരു കുട്ടി, അവൻ മരിച്ചു. എൻ്റെ ആത്മമിത്രം, അവൻ മരിച്ചു. അവൻ്റെ SSLCയുടെ സർട്ടിഫിക്കറ്റ്, +2വിൻ്റെ സർട്ടിഫിക്കറ്റ്, അവൻ്റെ ഉജ്ജ്വലമായ എക്സലൻസി ക്കുള്ള എവിഡൻസുകൾ, അവൻ്റെ അതേപോലെ തന്നെ രാത്രി മുഴുവൻ ഉറക്കമൊഴിച്ചിരുന്ന് വീട് മുഴുവൻ ഉറങ്ങുമ്പോഴും അവൻ്റെ വീട്ടിലെ റൂമിലെ ലൈറ്റ് ഓഫ് ആയിട്ടില്ല. ഇതൊക്കെ ഒരിക്കൽ പോലും ഉപകരിക്കാത്ത വേസ്റ്റായി പോയിട്ടുണ്ട് സുഹൃത്തുക്കളെ. ഞാനൊന്ന് പറഞ്ഞുതരാം. ഇത്തരം സംവിധാനങ്ങളിലൊക്കെ ആത്മാർത്ഥമായി പങ്കെടുക്കുന്ന കുട്ടികളില്ലേ, എന്താ MSM എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന ആത്മാർത്ഥമായിട്ട് എടുക്കുന്ന കുട്ടികൾ ഒന്നിനും പറ്റാത്തവരൊന്നുമല്ല. കൃത്യമായിട്ട് ഞങ്ങൾക്ക് പറഞ്ഞുതരും. മെഡിക്കൽ എൻട്രൻസുകളുടെയും എൻജിനീയറിംഗ് എൻട്രൻസുകളുടെയും കുസാറ്റ് ആകട്ടെ IIT ആകട്ടെ ഏതിൻ്റെയും വരുമ്പോൾ MSMൻ്റെ സംസ്ഥാന സമിതിക്ക് ഒരു 50,000 റുപ്യെങ്കിലും സമ്മാനത്തിൻ്റെ വകുപ്പിൽ ചിലവ് വരലുണ്ട്. ഞാൻ വളരെ സെലഫി പ്രവർത്തകർ, സഹപ്രവർത്തകർ എന്നുള്ള ഉള്ളു തുറന്ന് പറയാണ്. എന്താ കാര്യം? ഇതിലുള്ളവന് പടച്ചോന് സഹായിക്കും. വേറൊന്ന്, അവന് വേണ്ടി പ്രാർത്ഥിക്കാൻ കുറേ ആൾക്കാരുണ്ടാകും. രാവിലെ 4 മണിക്ക് എണീക്കണേ +2കാരന്, രാവിലെ 4 മണിക്ക് എണീക്കണ 10ാം ക്ലാസ്സുകാരന്, നാളെ രാവിലെ 4 മണിക്ക് എണീക്കണ ഡിഗ്രിക്കാരൻ, അവൻ അറിയാത്തവൻ അവനെ അറിയണവൻ ഒക്കെ സുജൂദ് കിടന്ന് ദുആ ചെയ്യും. 2ാം റാങ്ക് കിട്ടിയ ഒരു കുട്ടി പറഞ്ഞു, എന്നെക്കാളും പഠിച്ചവരുണ്ട്, രക്ഷിതാക്കൾ ചെറിയ പ്രായം മുതൽക്ക് കെയർ ചെയ്തവരുണ്ട്, പ്ലേ സ്കൂൾ മുതൽ കെയർ ചെയ്തവരുണ്ട്, അവർക്ക് ഈ റാങ്ക് കിട്ടിയിട്ടില്ല. കാരണം നിങ്ങൾ എത്ര പഠിക്കുന്നു എന്നതല്ല പ്രശ്നം, നിങ്ങൾക്ക് കിട്ടിയ 2 മണിക്കൂറിൽ നിങ്ങൾക്ക് എത്ര എഴുതാൻ കഴിയുന്നു എന്നുള്ളതാണ് പ്രശ്നം. അതുകൊണ്ട് ഞാൻ അള്ളാഹുവിനെ സഹായിച്ചതുകൊണ്ടും ഈ കൂട്ടായ്മയിലുള്ളതുകൊണ്ടാണ് എനിക്കിതിന് സാധിച്ചത് എന്നാണ്. ഒരു കൂട്ടായ്മ ഇവിടെ പ്രഖ്യാപിച്ചിരിക്കുന്നു. ഇവിടെ നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി ഇസ്കോൺ നടക്കുമ്പോൾ തന്നെ അവിടെ വെന്യൂ 2-ൽ നമ്മുടെ കുട്ടികൾ, ഇവിടെ നിന്നുള്ള മുതിർന്ന കുട്ടികളുടെ ഒരു എക്സിക്യൂട്ടീവ് കമ്മിറ്റി എടുത്ത് അതിൽ നിന്ന് ഒരു പ്രസിഡൻറ്റിനെയും സെക്രട്ടറിയെയും ടീമിനെയും ഒക്കെ വിദേശ രാജ്യങ്ങളിൽ ആദ്യമായി കുവൈത്തിൽ അങ്ങനത്തെ ഒരു സ്റ്റെപ്പ് പ്രഖ്യാപിക്കാൻ, കുവൈത്ത് ഇസ്ലാഹി സെൻറ്ററിൻ്റെ ഉജ്ജ്വലരായ നേതൃത്വത്തിന് അങ്ങനത്തെ ഒരു വിഷൻ ഉണ്ടായിരിക്കുകയാണ്. ഇനി ആ വിഷൻ്റെ അടിസ്ഥാനത്തിലുള്ള മിഷനുമായി നമുക്ക് പോകാം. നമ്മുടെ കുട്ടികളെ നിങ്ങൾ അവരെ ഏൽപ്പിക്കുക. ഒരു ട്യൂഷൻ ക്ലാസ് മുടങ്ങിയാലും അവൻ നമ്മുടെ ജനാസൻ്റെ മുന്നിൽ വന്നിട്ട് പൊട്ടിക്കരയില്ല. ചോദിക്കുമ്പോൾ പറയും, ഉപ്പ മരിച്ചിലുള്ള ദുഃഖമല്ല, കയ്യിൽ ആ നിസ്കാരക്കുപ്പായം പിടിച്ച് കരയണ എന്തിനറിയോ? കരയുന്നത് ഈ ഉപ്പൻ്റെ മയ്യത്ത് നിസ്കരിക്കാൻ വേണ്ടി മാത്രം എനിക്കിപ്പോൾ പഠിപ്പിച്ചെന്നില്ല എന്ന് പറയുന്ന ദുരന്തം ഉണ്ടാകാതിരിക്കട്ടെ. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ, അവൻ്റെ പരിശുദ്ധ സ്വർഗത്തെ പ്രദാനം ചെയ്യട്ടെ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.